മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ,
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മരുഭൂമിയുടെ അനുഭവം വരണ്ട അനുഭവം അല്ലേ നമ്മൾ പലർക്കും? അല്ലേ? വരണ്ട അനുഭവം. എന്തൊരു വരൾച്ച, ഒരു ആർദ്രതയില്ലാത്ത ജീവിതം, അലിവില്ലാത്ത ജീവിതം, കഠിനപ്പെട്ടു പോയ ഹൃദയം, കല്ലിച്ചു പോയ ഹൃദയം, അല്ലേ? മരുഭൂമിയുടെ അനുഭവം. ഇന്ന് പലരും അങ്ങനെയല്ലേ? ഉണങ്ങി വരേണ്ട അനുഭവം, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കേഴുന്ന മരുഭൂമി. 102 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 102 സങ്കീർത്തനത്തിൽ വായിക്കാം. മരുഭൂമിയിൽ വേഴാമ്പൽ പോലെയാകുന്നൊരു വാക്യമുണ്ട്. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ആകുന്നു. വീടിൻ്റെ മുകളിൽ തനിച്ചിരുന്ന് രാത്രികാലങ്ങളിൽ കരയുന്ന കുരുകിലിനെ പോലെയാണ് ഞാൻ. ആരുമില്ല. കുരുകിൽ പക്ഷി വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കരയുന്നത് പോലെ ഞാനിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെയാണ്. ശൂന്യസ്ഥലത്ത് ഒരു മൂങ്ങായിരുന്നു മൂളിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ ഏകാഗിയാണ്. മാത്രമല്ല എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. അസ്ഥി ഉണങ്ങിയിരിക്കുന്നു, അസ്ഥിക്കുള്ള മജ്ജയെല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നു. ആകെ ശരീരമാസകലം വേദനിച്ചു കൊണ്ടിരിക്കുന്നു. അസ്ഥി വളർന്നു പോകുന്ന പോലത്തെ വേദനയാണ് എനിക്ക്. കർത്താവേ, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. മരുഭൂമിയിൽ വേഴാമ്പൽ, മഴവെള്ളത്തിന് വേണ്ടി കുതിക്കുന്ന വേഴാമ്പൽ പോലെ. മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം അത് കുടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വായു വളർന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേഴാമ്പൽ. മരുഭൂമിയിലെ വേഴാമ്പൽ പക്ഷി കരയുന്നത് പോലെ ഞാനിത് ആകാഗിയായിരുന്നു കരയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, നമ്മൾ പലരും അങ്ങനെയല്ലേ? എനിക്കറിയാം, ചില വീടുകളിൽ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ കരയുന്ന സ്ത്രീകളുണ്ട്, മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ കരയുന്ന പുരുഷന്മാരുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി, ഭാര്യ അക്കരയ്ക്ക് പോയി, നിങ്ങളെ കാണുകയില്ലല്ലോ, നിങ്ങളുടെ മുഖം കാണുകയില്ലല്ലോ, അവൾ എനിക്ക് ഇനി ആഹാരം വിളമ്പി തരികയില്ലല്ലോ, എന്നെ ശുശ്രൂഷിച്ചതുപോലെ അത്രയും സ്നേഹത്തോടെ ഇനി ശുശ്രൂഷിക്കാൻ ആളില്ലല്ലോ, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയല്ലോ, എന്തൊരു സ്നേഹമായിരുന്നു ഞങ്ങൾക്ക്. അവസാനം ഒരു വാക്ക് പോലും മിണ്ടാതെ അദ്ദേഹം പോയല്ലോ, അവസാനം ഒരു വാക്ക് യാത്ര പറയാൻ പോലും പറ്റാതെ അദ്ദേഹം പോയല്ലോ. മരുഭൂമിയിൽ വേഴാമ്പൽ പോലെ കരയുന്നവരുണ്ട്. സ്തോത്രം. മരുഭൂമിയിൽ വേഴാമ്പൽ പോലെ. സ്തോത്രം. എൻ്റെ അമ്മ വിട്ടുപോയല്ലോ, എൻ്റെ അപ്പൻ മരിച്ചു പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോയതിൽ ഏകാന്തതയിൽ ഇരുന്ന് കരയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരുന്ന് വേദനിക്കുന്നവരുണ്ട്. ആ വേദന തീരുകയില്ല, ആ കണ്ണീർ തോരുകയുമില്ല, ആർക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുമില്ല. ഇതെല്ലാം ആശ്വസിപ്പിക്കാൻ കഴിയുള്ള ഒരാളുണ്ട്, അതാണ് എൻ്റെ യേശു. അവനാണ് നിങ്ങളുടെ യേശുവായി, നിങ്ങളുടെ രക്ഷകനായി വരാൻ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. സ്തോത്രം. മരുഭൂമിയിൽ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയുടെ അനുഭവം വരണ്ട അനുഭവമാണ്. വരണ്ട അനുഭവം, ദുഃഖത്തിൻ്റെ അനുഭവം, യാതനയുടെ അനുഭവം, വേദനയുടെ അനുഭവം. അല്ലേ? നിങ്ങൾ പലർക്കും അങ്ങനെയല്ലേ? ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇത് സമാധാനമില്ല. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, പക്ഷേ ഇത് സമാധാനമില്ല. അല്ലേ? അങ്ങനെയല്ലേ പലരും? മരുഭൂമിയിൽ വേഴാമ്പൽ പോലെ എല്ലാം ഉണ്ട്. നോക്കിയാൽ പുറമേ നിന്നും ആരെങ്കിലും നോക്കിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ലേ? ദൈവത്തിന് സ്തോത്രം. പക്ഷെ അകം നീറുകയാണ്, അകം പൊള്ളുകയാണ്, അകം ഉരുകുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ലേ? പലരുടെയും ജീവിതം അങ്ങനെയാണ്. തീരാവ്യാധിയിൽപ്പെട്ട് അഴലുമ്പോൾ, ഭർത്താവ് തീരാവ്യാധിയിൽപ്പെട്ട് വേദനിച്ചപ്പെട്ട് പിടയുമ്പോൾ അടുക്കളയിരുന്ന് ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന പാവപ്പെട്ട ഭാര്യ ഏങ്ങലിട്ട് കരയുന്നത് പോലെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ! ഈ ലോകം കരച്ചിലല്ലേ? ഈ ലോക ജീവിതം കരച്ചിലല്ലേ? ദുഃഖമല്ലേ? വേറെ എന്തുണ്ട് ഈ ലോകത്ത്? ദൈവത്തിന് സ്തോത്രം. കഥകൾ ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. എൻ്റെ അപ്പൻ എനിക്കൊരു വയസ്സിൽ മരിച്ചു, ചേട്ടൻ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഞാനും അമ്മയും പെങ്ങളും മാത്രമുള്ള ഒരു ചെറിയ കൊച്ചു കുടുംബം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇപ്പോഴത്തെ പോലെയല്ല, മുഴുവൻ ചുറ്റുമൊക്കെ മലകളാണ്, വലിയ മലകൾ, വലിയ വള്ളിപ്പടർപ്പുകളും ഒറ്റുപൊടി മരങ്ങളും, വലിയ കാട് വനം പോലെയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു കൊച്ചു വീട്. അടുത്ത് എൻ്റെ കൊച്ചപ്പൻ്റെ വീടും അടുത്ത് തന്നെയുണ്ട്. വേറെ ആ പ്രദേശത്ത് വീടുകളൊന്നുമില്ല. അവിടെ മുഴുവൻ വിജനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒറ്റപ്പെട്ടവനായി ഞാൻ ജീവിച്ചു, ദുഃഖിതനായി ജീവിച്ചു. പക്ഷേ 17-ാമത്തെ വയസ്സിൽ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തുറന്നു. ഞാൻ തുറന്നതല്ല, യേശു വന്ന് തുറന്നു. യേശു വന്ന് ഈ മനസ്സിൻ്റെ പൂട്ട് തുറന്നു.
ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നു. യേശു എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ കർത്താവിൻ്റെ അകത്തേക്ക് കയറി വന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നു. നീ എൻ്റെ അകത്തേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ദുഃഖിതനും നിരാശനുമായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം കൊണ്ട് എൻ്റെ ഉള്ള താണിരുന്നു, തല കുനിഞ്ഞിരുന്നു. എന്ത് കേട്ടാലെന്താ പ്രയോജനം, എൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമല്ലേ ഉള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. എപ്പോഴോ ഈ ഒരു സമയത്ത് കർത്താവിൻ്റെ തിരുവചനം അസ്ത്രം പോലെ എൻ്റെ ചങ്കിലേക്ക് തുളച്ച് കയറി. അസ്ത്രം പോലെ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ അറിഞ്ഞു എനിക്കൊരു മാറ്റം വന്നു എന്ന്. വേറൊന്നും എനിക്കറിഞ്ഞുകൂടാ. അന്ന് ഞാൻ മനസ്സിലാക്കി ഒരു മാറ്റം വന്നു. കാരണം എൻ്റെ ഹൃദയത്തിലെ വിഷാദഭാവം മാറി, എൻ്റെ മ്ലാനത മാറി, എൻ്റെ നിരാശ മാറി, എൻ്റെ ദുഃഖം മാറി, ഞാൻ ആരുമില്ലാത്തെന്നുള്ള ചിന്ത മാറി. എനിക്കൊരപ്പനുണ്ട് സ്വർഗത്തിൽ നിന്നുള്ള ചിന്ത വന്നു. ഭൂമിയിലെ അപ്പൻ മരിച്ചു പോയെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ അപ്പനുണ്ടെന്നുള്ള ചിന്ത വന്നു. ഞാൻ ഉടമസ്ഥനുള്ളവനാണെന്നുള്ള ചിന്ത വന്നു. എനിക്ക് ഉടമസ്ഥനുണ്ട്, ഉടയവനുണ്ടെന്നുള്ള ചിന്ത വന്നു. എനിക്ക് രക്ഷാകർത്താവുണ്ടെന്നുള്ള ചിന്ത വന്നു. സ്തോത്രം. ഉറപ്പായി. അന്ന് രാത്രി അധികം നേരം ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം, ശുശ്രൂഷ കഴിഞ്ഞ് വചനം കേട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നീടാണ് ഞങ്ങൾ അത്താഴമെല്ലാം കൊണ്ടുവന്നത്. വീട് പൂട്ടിയിട്ടാണ് പോയത്. ഞാനും അമ്മയും പെങ്ങളും ഞങ്ങൾ 3 പേരും പോയി. വീട് പൂട്ടിയിട്ട് പോയി. തിരിച്ചു വന്നു. അത്താഴമൊക്കെ കഴിഞ്ഞു. എല്ലാവരും കിടന്നു, ഞാനും കിടന്നു. പക്ഷേ ഞാൻ പിന്നെ എഴുന്നേറ്റിരുന്നു. ഞാൻ ജീവിതമാകെ പരിശോധിക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ പുറമേയുള്ള പാപപ്രവൃത്തിയൊന്നും പോയില്ല. പുറമേയുള്ള വൃത്തികെട്ട ജീവിതം നയിച്ചില്ല. പക്ഷേ എൻ്റെ അകത്ത് എല്ലാ തിന്മയും ഉണ്ടായിരുന്നു. എല്ലാ തിന്മയും, പുറത്തു പറയാൻ കൊള്ളാത്തത് എല്ലാ അകത്തുണ്ടായിരുന്നു. വളരെ മ്ലേച്ഛമായ ചിന്തകൾ, നല്ല വൈരാഗ്യങ്ങൾ, നല്ല പക, നല്ല വിദ്വേഷം, പലരോട് ഈർഷ്യ. ഹൃദയത്തിൽ ഞാൻ ചിലരോട് ക്ഷമിച്ചിട്ടില്ലാത്ത, തെറ്റായിരിക്കുമോ ശരിയാവുമെന്ന് ഞാൻ ചിന്തിച്ചല്ല, ഞാൻ ക്ഷമിച്ചില്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ നല്ല വൈരാഗ്യം, വളരെ അഴുക്കായ ചിന്തകൾ. ഞാൻ ചീത്തവാക്കൊന്നും പറഞ്ഞിട്ടില്ല, മോശമായ രീതിയിൽ ആരോട് പെരുമാറിയിട്ടില്ല. ഭാഗ്യവശാൽ അങ്ങനെയുള്ള പുറമേയുള്ള തെറ്റുകളൊന്നും വന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയം മുഴുവൻ അഴുക്കായിരുന്നു. അന്ന് വചനം കേട്ടു. അന്ന് അവൻ്റെ ആ സ്നേഹത്തിൻ്റെ സുഗന്ധം എന്നെ വശീകരിച്ചു. സ്നേഹത്തിൻ്റെ സുഗന്ധം എന്നെ വശീകരിച്ച് സ്വന്തമാക്കിയെടുത്തു. എനിക്കിപ്പോൾ നല്ല ഉറപ്പാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. യേശു എൻ്റെ സ്വന്തമാണ്. അതൊരനുഭവമാണ്, വർണ്ണിക്കാൻ പറ്റുകയില്ല. നിങ്ങളത് അനുഭവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. സ്തോത്രം. ഭൂമിയിലോർക്കുകിൽ എന്തൊരു സാധ്യം, ഭൂമിയിലോർക്കുകിൽ എന്തൊരു സാധ്യം, സങ്കടം മാത്രമീ ലോക സമ്പാദ്യം, സങ്കടം മാത്രമീ ലോക സമ്പാദ്യം, യേശുമതി മനമേ ദിനവും, യേശുമതി മനമേ. ഭൂമിയിൽ ഓർത്ത് നോക്കിയാൽ എന്താ സാധ്യമാക്കി കിട്ടാനുള്ളത്? എന്താ? സങ്കടം. അതിൽ വേറെ സമ്പാദ്യമൊന്നുമില്ല. ഭൂമിയിൽ ഓർക്കുകയിൽ എന്തൊരു സാധ്യം, സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യം, സങ്കടം മാത്രം. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്താണ് നമ്മൾ സങ്കടപ്പെടുന്നത്? മരുഭൂമിയുടെ അനുഭവം. സങ്കടപ്പെടുന്നു. ആകുലമേറിയിടും ഭീകര വിപത്തിൽ, ആകുലമേറിയിടും ഭീകര വിപത്തിൽ, ആശ്രയിച്ചിടുക നീതവ പദത്തിൽ, ആശ്രയിച്ചിടുക നീതവ പദത്തിൽ, യേശുമതി മനമേ ദിനവും, യേശുമതി മനമേ. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അല്പം കുളിർമ കിട്ടണമെങ്കിൽ യേശു വേണം, ആശ്വാസം കിട്ടണമെങ്കിൽ യേശു വേണം. ദൈവത്തിന് സ്തോത്രം. രോഗശൈലിയിൽ കിടക്കുമ്പോഴും യേശു ആശ്വാസം തരും. ആ തൃക്കരം നമ്മെ തലോടിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ തൃക്കരം നമ്മെ പയ്യെ പയ്യെ തടവിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ ആതുരമായ ആ കരം കൊണ്ടുള്ള തലോടൽ നിൽക്കുമ്പോൾ നമ്മൾ വേദന മറന്നു പോകും. യേശു ദൂതന്മാർ നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. മാലാഖമാർ രോഗക്കിടക്കടെ ചുറ്റും നിൽക്കും, നമ്മളെ കാവൽ ചെയ്തുകൊണ്ടിരിക്കും. അന്ധകാരശക്തിയായ പിശാച് വരാതിരിക്കാൻ കർത്താവായ യേശു നമുക്ക് തടയും, നമുക്ക് തണലുമായി നിൽക്കും. സ്തോത്രം. മരുഭൂമിയുടെ അനുഭവം. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ ഏകാന്തതയിൽ
ഞാൻ ഹൃദ്യമായി സംസാരിക്കുന്നതാണ് പറഞ്ഞത്. ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ ഏകാന്തതയിൽ ഹൃദ്യമായി സംസാരിക്കും. ഈ മരുഭൂമിയുടെ ഏകാന്തതയിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ ഏകാന്തതയിൽ നാം കർത്താവിൻ്റെ അത്ഭുത കൃപ കൊണ്ട് നാം അനുഭവിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഏകാന്തത. ഈ ഏകാന്തതയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഏകാന്തതയിൽ പണ്ട് വിക്ടോറിയ മഹാരാജ്ഞി, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം പുലർത്തിയിരുന്ന ആ മഹാരാജ്ഞി ഒരവസരത്തിൽ പറഞ്ഞു, ഐ എം നോ മോർ വിക്ടോറിയ, ഐ എം നോട്ട് വിക്ടോറിയ, ഐ എം നോ മോർ വിക്ടോറിയ. എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ വിക്ടോറിയ അല്ല, ഞാൻ ജയശാലി അല്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി ഞാൻ വിക്ടോറിയ അല്ല. എനിക്ക് താങ്ങും തള്ളുമായിരുന്ന ഭർത്താവ് മരിച്ചുപോയി, ഞാൻ വിക്ടോറിയ അല്ല. ഐ എം നോ മോർ വിക്ടോറിയ, ഇനി ഞാൻ ഒരിക്കലും വിക്ടോറിയ അല്ല. ഏങ്ങളടിച്ച് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ധാരാളം പണമുണ്ടായിരുന്നു മെറിൽ മൺട്രോയ്ക്ക്. കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. 21 വയസ്സേ ആയുള്ളൂ. ഇത്രയേറെ എങ്ങനെ സമ്പാദിച്ചു? അവൾ സുന്ദരിയായ ഒരു സിനിമാ താരമായിരുന്നു. വിശ്വസുന്ദരി എന്ന് പേര് കിട്ടിയ സിനിമാ താരമായിരുന്നു മെറിലിൻ മൺട്രോ. അവൾ അന്ന് ഒരു വലിയ എന്താ ഇന്ത്യൻ കറൻസി എത്രയാ, ഒരു 100 ലക്ഷമൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വിലയുള്ള ഒരു വലിയ കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങി അവൾ അവളുടെ ഫ്ലാറ്റിൽ ചെന്നു. വേലക്കാരിയോട് പറഞ്ഞു, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, ഞാൻ കിടന്നാൽ ഉറങ്ങിയെ വിളിക്കണ്ട, അത്താഴം വേണ്ട എനിക്ക്. വേലക്കാരി പുറത്ത് പോയി അവൾ വാതിലടച്ചു, കുറ്റിയിട്ടു, കിടന്നു. പ്രഭാതത്തിലുള്ള എഴുന്നേറ്റില്ല, മെറിൽ മൺട്രോ എഴുന്നേറ്റില്ല. വേലക്കാരി ചോദിച്ചു, എന്താണോ ഇത് ഉറക്കം തെളിയാത്തത്? ചെന്ന് മുട്ടി നോക്കി, മിണ്ടാട്ടമില്ല, ശബ്ദമില്ല. കുറേ നേരം മുട്ടിയിട്ടും തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ അടുത്ത ഫ്ലാറ്റിലുള്ളവരെ വിളിച്ചു വരുത്തി. അവസാനം അവർക്ക് മനസ്സിലായി ആൾ മരിച്ചു കാണും. കാരണം ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ബലമായി കതക് തട്ടി തുറന്ന് അവർ മുറി ചെന്നപ്പോൾ വെറും തറയിൽ ഈ സുന്ദരിയായ സിനിമാ താരം മരിച്ചു കിടക്കുന്നു. ലോകസുന്ദരി, കോടികളുടെ അധിപതി. അവരുടെ ശവശരീരത്തിനടുത്ത് ഒരു കഷ്ണം കടലാസെടുപ്പുണ്ട്. ഐ എം കമ്മിറ്റിംഗ് സൂയിസൈഡ്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഐ എം കമ്മിറ്റിംഗ് സൂയിസൈഡ്, നോബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ഡെത്ത്. എൻ്റെ മരണത്തിന് പറ്റാരും ഉത്തരവാദികളല്ല. ഐ ഹാവ് നോ പീസ് ഇൻ മൈൻഡ്, മൈ ലോൺലിനെസ് എൻസർക്കിൾസ് മീ. എൻ്റെ ഏകാന്തത എന്നെ വലയം ചെയ്യുന്നു. ഐ ഹാവ് നോ പീസ് ഇൻ മൈൻഡ്, എനിക്ക് മനസ്സിൽ സമാധാനമില്ല, എൻ്റെ ഏകാന്തത എന്നെ വലയം ചെയ്യുന്നു. എത്രയോ പ്രഭുകുമാരന്മാർ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, എത്രയോ ധനാഠ്യന്മാർ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു, അവളെ ഒരു നോക്ക് കാണാൻ എത്രയോ പേര് ആഗ്രഹിച്ചു. അത്രയും സുന്ദരിയായിരുന്ന സിനിമാ താരം സമാധാനമില്ലെന്ന് പറഞ്ഞ് കടന്നുപോയി. ഏകാന്തത, മരുഭൂമിയുടെ ഏകാന്തത. എല്ലാം ഉണ്ടായിരുന്നല്ലോ, ആരാധക വൃന്ദം ഉണ്ടായിരുന്നല്ലോ, അവളെ ആരാധിക്കുന്ന അനേകം സിനിമാ പ്രേമികളുണ്ടായിരുന്നല്ലോ. പക്ഷേ അവൾക്ക് സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന അനേകരുണ്ടായിരിക്കും, നിങ്ങൾ കരുതുന്ന അനേകരുണ്ടായിരിക്കും, നിങ്ങളെ വിലമതിക്കുന്ന അനേകരുണ്ടായിരിക്കും, നിങ്ങളെ ആശ്രയിക്കുന്നവർ പലരുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഏകാന്തതയിൽ നിങ്ങൾ താങ്ങാൻ ക്രിസ്തു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏകാന്തത. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. സ്തോത്രം. ഓരോന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. ഒട്ടേറെ ദുഃഖം അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അന്നും എനിക്ക് ദൈവം വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാധാരണ പ്രാർത്ഥനയ്ക്ക് പുറമേ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ അവിടെ മുറിയിൽ ചെന്ന് നിന്ന് ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാറുള്ളൂ. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ. ദൈവത്തിന് സ്തോത്രം. അന്ന് 12-13 വയസ്സൊക്കെ പ്രായത്തിൽ ഞാൻ ഭക്ഷണം കഴിഞ്ഞ ശേഷം കൈ കഴുകിയിട്ട് വീണ്ടും അവിടെ പോയി, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി, അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ആ മുറിയിൽ പോയി കിഴക്കോട്ട് തിരിഞ്ഞ് കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നൊക്കെ പ്രാർത്ഥന വേണമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഏതെങ്കിലും തരത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ കർത്താവ് വേണമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി പോയപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ? യേശു നിങ്ങളുടെ ഹൃദയത്തിന് തണുപ്പ് തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഏകാന്തതയുടെ വിരസതയിലും വിരക്തിയിലും മനസ്സ് നൊന്ത് കഴിയുന്നവർക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു സമാധാനം കിട്ടാൻ? എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് കരയുന്നവരുടെ അരികിലേക്ക് വരുന്ന യേശുവിനെ നിങ്ങൾക്ക് ഇന്നൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ നിങ്ങൾ സന്തോഷ സമൃദ്ധിയുള്ളവരായിത്തീരും, സമാധാനം നിറഞ്ഞവരായിത്തീരും. നിങ്ങളുടെ ജീവിതം പ്രകാശമാനമായി തീരും, പ്രശോഭിതമായി തീരും. നിങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹീതമായി തീരും, അനേകർക്ക് അനുഗ്രഹം പകരുന്നതായി തീരും.
നിങ്ങൾ ഒരാളുടെ നാവിൽ നിന്നുകൊണ്ട് കർത്താവ് സംസാരിച്ച് അനേകരെ കർത്താവിൻ്റെ കൃപയിലേക്ക് രക്ഷിച്ചുകൊണ്ടുവരും. നിങ്ങളുടെ നാവിൽ നിന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുകയും അനേകരെ സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യേശു അകത്തുണ്ട് എന്നുള്ള സന്തോഷം കണ്ട് ആ സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് കണ്ട് കർത്താവ് ആനന്ദിക്കുകയും അനേകരെ കർത്താവിലേക്ക് ആനയിക്കുകയും ചെയ്യും. ദൈവത്തിന് അതാണ് നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാണ് നിലനിൽക്കുന്ന സൗഭാഗ്യം. മരുഭൂമിയിലേക്ക് ചെന്ന് അവിടെ വെച്ച് ഞാനോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹൃദ്യമായി സംസാരിക്കും. യേശുവിൻ്റെ ഹൃദ്യമായ സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ ഹൃദ്യമായ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നിങ്ങളുടെ വ്യക്തിപരമായി ഇടപെടുന്നത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മാർത്തയെ എന്ന് വിളിച്ച യേശു നിങ്ങൾ വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശിമോനെ എന്ന് വിളിച്ച യേശു നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് ശമൂവേലേ എന്ന് വിളിച്ച യേശു നിങ്ങളുടെ അരികത്തോ നിങ്ങൾ പേർ ചൊല്ലി വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. അബ്രഹാമേ എന്ന് വിളിച്ച യേശു നിങ്ങളുടെ അരികത്ത് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം. യേശു നല്ലവനാണ് പ്രിയരെ, നല്ലവനാണ്. അവൻ സ്നേഹം മാത്രമാണ്. അവൻ നല്ലവനാണ്. അവൻ കരുണയുള്ളവനാണ്. അവൻ നിങ്ങളുടെ വേദന അറിയുന്നുണ്ട്. മോളെ നിൻ്റെ വേദന അവൻ നല്ലപോലെ കാണുന്നുണ്ട്. മോനെ നിൻ്റെ വേദന അവൻ അറിയുന്നുണ്ട്. എൻ്റെ ഹൃദയം ഇന്ന് ഊഷരമായി മരുപ്പറമ്പ് പോലെ ശൂന്യമായി കിടക്കുന്നവൻ കാണുന്നുണ്ട്. അവിടെ അല്പം പോലും അലിവില്ലാതിരിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. നിനക്കൊരു കുറ്റബോധം കിട്ടാതിരിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. നിനക്ക് കുറ്റബോധം തരും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും മാത്രം അറിയാം. നീ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എൻ്റെ അരികിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ കർത്താവേ, ഒരു പാപിയായ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? പാവം മാത്രം ചെയ്യാൻ ശീലിച്ച ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? നിരാശ കൊണ്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് ഭാരത്തോടെ ഞാനിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നീ കാണുന്നില്ലേ? മരുഭൂമിയിലെ മൂങ്ങ പോലെ മൂളിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നെന്ന് നീ കാണുന്നില്ലേ? ഏകാന്തര വിരസതയിൽ വലഞ്ഞിരിക്കുന്ന ഒരാളെ നീ കാണുന്നില്ലേ? യേശുവേ, നീ എൻ്റെ അടുക്കിലേക്കൊന്ന് വരണമേ. എന്നെ സഹായിപ്പാൻ, എൻ്റെ വരൾച്ച മാറ്റാൻ നീ ഒന്ന് വരണമേ. എനിക്ക് സമാധാനം തരാൻ നീ ഒന്ന് വരണമേ. എൻ്റെ ഹൃദയത്തിൽ കുളിര് പകരാൻ നീ ഒന്ന് വരണമേ. എൻ്റെ ജീവിതത്തിൽ ആനന്ദം പകരാൻ നീ ഒന്ന് വരണമേ. എൻ്റെ ഹൃദയം സമാധാനം പൂർണ്ണമാക്കാൻ നീ ഒന്ന് വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു വരണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തരികയാണ്. ഹല്ലേലൂയ. യേശുവേ, നിനക്ക് വരാനായി എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ വിട്ടുതരികയാണ്. യേശുവേ, നീ അവിടെ വാഴുക. ഇത്രയും കാലം പിശാചുവാണ് ഈ ഹൃദയത്തിൽ, കലഹമാണ് ഈ ഹൃദയത്തിൽ, ദുഷ്ടതമാണ് ഈ ഹൃദയത്തിൽ, തിന്മയും മ്ലേച്ഛതയുമാണ് ഈ ഹൃദയത്തിൽ. യേശുവേ, മഹാപരിശുദ്ധനായ യേശു വാഴാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞാൻ അതിനായി കൊതിക്കുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നിനക്കായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. മനസ്സറിഞ്ഞൊരു പാവത്തിലേക്ക് പോവുകയില്ലെന്ന് ഞാൻ നിൻ്റെ വാക്ക് പറയുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഉടയവനെ നീ എഴുന്നള്ളി വരണമേ. ദാദാ, നീ കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിൻ്റെ വാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സെനിക്ക് തരണമേ. എല്ലാവരെയും പൊറുക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. യേശുവേ, എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെ പരിപാലനമാക്കി തരണമേ. വിശുദ്ധി തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥന പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റുമെല്ലാം കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സലിയണമേ. ഞാനിപ്പോൾ മരുഭൂമിയിലെ അനുഭവത്തിലാകുന്നു. ആരുമില്ലാത്തതുപോലെ ഞാൻ ഇരിക്കുന്നു. എല്ലാവരും ഉപേക്ഷിച്ചതുപോലെ ഞാൻ ഇരിക്കുന്നു. എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സർവ്വത്തിന്റെ ഉടയനായ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആരെല്ലാം വിട്ടുപോയാലും എന്നെ വിട്ടുമാറാതെ യേശു എന്നോട് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി തന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി തന്നാൽ മതി. നിന്റെ തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തന്നാൽ മതി. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയാൽ മതി. നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ
നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ശബ്ദം എനിക്ക് കേട്ടാൽ മതി. ശബ്ദം എനിക്ക് കേട്ടാൽ മതി. എന്റെ കർത്താവേ, എന്നെ നീ സ്വീകരിക്കണമേ. എന്റെ നാഥനായി നീ വരണമേ. ഇപ്പോൾ ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. വിശ്വതമ്പുരാനെ സ്വീകരിക്കുന്നു. വിശ്വതമ്പുരാനെ സ്വീകരിക്കുന്നു. വിശ്വതമ്പുരാനെ സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ യേശുനാഥ, ഞാൻ നിന്റെ വകയായിരിക്കും. ഹല്ലേലൂയ. ഈ തീരുമാനമുള്ളവരുടെ കരങ്ങളെ ഉയർത്തുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവനുള്ള രാജാധിരാജനായ പൊന്നേശുവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നത് കർത്താവെ നീ സ്വീകരിക്കണമേ. കർത്താവേ നാഥ, 5 അപ്പവും 2 മീനും ആ ബാലകൻ സമർപ്പിച്ചപ്പോൾ നീ കൈക്കൊണ്ടതുപോലെ അവിടുന്ന് ഈ ജീവിതത്തെ നീ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവെ തിരിഹിതം പോലെ വാഴ്ത്തണമേ, തിരിഹിതം പോലെ ഉപയോഗിക്കണമേ. എൻ്റെ കർത്താവെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട ഈ മക്കളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. എല്ലാവരുടെയും നെറ്റിയിൽ രക്തത്താൽ മുദ്ര അണിയിക്കണമേ. എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. എല്ലാവരെയും വാഴ്ത്തണം, വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക, കണ്ണുകളെ തുറക്കാം.